കോഴിക്കോട് മുക്കം നെല്ലിക്കാപ്പറമ്പിൽ ഇന്നലെ ഉണ്ടായ വാഹന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികനായ യുവാവ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. രാഹുൽ KV ചേർന്നു വിശദവിവരങ്ങളുമായി. രാഹുൽ, ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബൈക്ക് വളരെ പതുക്കെയാണ് വന്നിരുന്നത്. ഏകദേശം നിർത്തിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ആ സമയത്താണ് ആ കാറ് വന്ന് ഇടിക്കുന്നത്. എന്താണ് ശരിക്കും ഉണ്ടായത്? വിശദവിവരങ്ങൾ എന്താണ് രാഹുൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും CCTV ദൃശ്യങ്ങളൊക്കെ ഇതുപോലെ പുറത്തു വരുന്ന സമയത്താണ് ഓരോ അപകടങ്ങളും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഉണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയാണ്. മുക്കത്തിനടുത്ത് നെല്ലിക്കാപ്പറമ്പ്. ഈ ബൈക്ക് യാത്രികന് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസം. ഏതായാലും ഇത് ബൈക്ക് വേഗത കുറഞ്ഞാണ് പോകുന്നത്. അതായത് റോഡ് മുറിച്ച് കടന്ന് ഇപ്പുറത്തേക്ക് വരാനുള്ള ശ്രമമാണ് ബൈക്ക് യാത്രികൻ നടത്തുന്നത്. നെല്ലിക്കാപ്പറമ്പ് സ്വദേശി തന്നെയാണ്. കാറും വേഗത കുറഞ്ഞാണ് വന്നത് എന്നുകൊണ്ടാണ് ഈ അപകടത്തിന്റെ തീവ്രത അത്രയും കുറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും ആ ദൃക്സാക്ഷികൾ അതുപോലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അശ്രദ്ധമായി, അതായത് എതിരെ വരുന്ന വാഹനങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് കടക്കാൻ ബൈക്ക് യാത്രികൻ ശ്രമിച്ചത് കൊണ്ടുണ്ടായ അപകടം എന്നതാണ്. കാറ് വേഗത കുറഞ്ഞാണ് വന്നത്, അല്ലെങ്കിൽ ഇത് കണ്ട് വേഗത കുറച്ചു എന്നതുള്ളതുകൊണ്ട് അപകടത്തിന്റെ ആ ഒരു തീവ്രത കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാത അപകട കേന്ദ്രമാണ്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. നിർമ്മാണത്തിലടക്കം അപാകതകൾ ഉണ്ട് എന്ന വിമർശനമുയർന്ന വിജിലൻസിന്റെ പരിശോധന, PWD വിഭാഗത്തിന്റെ പരിശോധനയൊക്കെ നടന്ന റോഡ് കൂടിയാണ്. അത് ഈ അപകടവുമായി ചേർത്ത് വെക്കുന്നതല്ല. ഏതായാലും ഈ അപകടത്തിൽ നെല്ലിക്കാപ്പറമ്പ് സ്വദേശിക്ക് അത്ര നിസ്സാരമായ പരിക്ക് മാത്രമേ ഉണ്ടായി എന്നുള്ളതാണ് ആശ്വാസം.